ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേവാങ്കൻ ആനന്ദ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ കുട്ടികൾക്കും യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. അതായത് ഇൻഡെക്സ് മാർക്ക് എത്ര വരെയുള്ള കുട്ടികൾക്കാണ് ഓരോ കോഴ്സസിനും ഓരോ കോളേജസിൽ അഡ്മിഷൻ ലഭിക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ എല്ലാവരും കാണുക. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കരുത്, ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് നിങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. ഇങ്ങനെ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്ന് ഞാൻ പറയുന്നതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന ആ ഒരു സ്ഥലത്തായിരിക്കും നിങ്ങൾക്ക് വേണ്ട കാര്യം ഞാൻ പറയുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഏതൊക്കെ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കാണ് ഓരോ കോളേജസിലും ഓരോ കോഴ്സസ് ലഭിക്കുന്നതെന്ന് കൃത്യമായി തന്നെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് തന്നെ കാണുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് നെക്സ്റ്റ് വേണ്ടതെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതേപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാവരും നിങ്ങൾക്ക് എത്ര ഇൻഡെക്സ് മാർക്കാണ് ലഭിച്ചതെന്നുള്ള കാര്യം കമൻറ്റ് സെക്ഷനിൽ ഇടുക. അതേപോലെ നിങ്ങൾ ഏത് കോളേജിൽ ഏത് കോഴ്സ് കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും നിങ്ങൾ ഈ ഒരു കമൻറ്റ് സെക്ഷനിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കാം. ഞാൻ അതനുസരിച്ച് ആ ഓരോ കോളേജസും അതേപോലെ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് ബേസ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇനി നമ്മൾ 2025 ഓരോ കോഴ്സസിനും എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് ഓരോ കോളേജിൽ അവർ അലോട്ട് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ബി എസ് സി നഴ്സിംഗ് നോക്കാം. ബി എസ് സി നഴ്സിംഗ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ഇത് നിങ്ങൾക്ക് തന്നെ എടുത്ത് നോക്കാവുന്നേ ഉള്ളൂ. എൽ ബി എസിൻ്റെ സൈറ്റിൽ പോയിട്ട് ലിസ്റ്റ് ഓഫ് അലോട്ടഡ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾക്കിത് തന്നെ എടുത്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ബി എസ് സി നഴ്സിംഗ് എടുത്തു. ഇതിൽ ബി എസ് സി നഴ്സിംഗിൽ നമുക്ക് ഏത് കോളേജാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു കോളേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അവിടെ എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചതെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ഗവൺമെൻറ് കോളേജ് നോക്കാം. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴ, ആ ഒരു കോളേജ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ മാർക്ക്, അതായത് ഇൻഡെക്സ് മാർക്ക് 300 ഔട്ട് ഓഫ് 300 ഉള്ള കുട്ടിക്കാണ് ഇവിടെ ഫസ്റ്റിൽ തന്നെ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറയുന്നത് 22ആണ്. ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഫസ്റ്റ് സിജോ എന്ന് പറഞ്ഞ ആ ഒരു കുട്ടിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ കിട്ടി. ആ കുട്ടിക്ക് 300 മാർക്സാണ് വരുന്നത്. സ്റ്റേറ്റ് മെറിറ്റിൽ അവരുടെ റാങ്ക് എന്ന് പറയുന്നത് 22 ആണ്. പിന്നെ അവർ എത്ര ഫീസാണ് പേ ചെയ്തിരിക്കുന്നത് അതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ആലപ്പുഴ മെഡിക്കൽ കോളേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഏകദേശം ഇവിടെ കുറേ കുട്ടികളെയും ഫുൾ മാർക്ക്, അതായത് 300 മാർക്സ് ഉള്ളവരെയാണ് ഇവിടെ ഏകദേശം കണ്ടോ ആദ്യത്തെ 8 പേരെ ഇവർ മൊത്തം മാർക്കുള്ളവരാണ് ഇവരെടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നോക്കുമ്പോൾ ഏകദേശം പോയിൻ്റ് ഇച്ചിരി വ്യത്യാസത്തിന് മാത്രം നോക്കിയിട്ടാണ് ഈ ഒരു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഫുൾ മാർക്കുള്ളവരെയാണ് എടുക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ ഒരു ഒമ്പതാമത്തെ കുട്ടിക്ക് 299.17 മാർക്സാണുള്ളത്. അപ്പോൾ ഒരു പോയിൻ്റ് ഇച്ചിരി മാർക്കിന് വ്യത്യാസം വരെ നോക്കും. ഓരോ ഇൻഡെക്സ് മാർക്കും അവർ അങ്ങനെയും നോക്കിയാണ് നമ്മൾ അഡ്മിഷൻ കിട്ടുന്നത്. അതായത് ഓരോ സീറ്റിലും നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് ഒരു പോയിൻ്റ്. ചിലപ്പം നമുക്കിപ്പം നല്ല മാർക്കാണ്, ചിലപ്പോൾ നമുക്ക് 299 ആയിരിക്കും, വേറൊരു കുട്ടിക്ക് 299 ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ പോയിൻ്റ് എത്ര വ്യത്യാസത്തിനായിരിക്കും ഓരോ കുട്ടികൾക്കും അവിടെ എന്ത് ചെയ്യുന്നത് അഡ്മിഷൻ ലഭിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് മൊത്തം സീറ്റ് വരുന്നത് ഏകദേശം 80 സീറ്റാണ് ഇവിടെ മൊത്തം വരുന്നത്. ഇവിടെ നമ്മുടെ കഴിഞ്ഞ വർഷം ഇവിടെ ലാസ്റ്റ് നമുക്ക് ഇൻഡെക്സ് മാർക്ക് പോയെന്ന് പറഞ്ഞാൽ 252.5 അത്രയും മാർക്ക് ഉള്ള ഒരു കുട്ടീനെയാണ് ലാസ്റ്റ് അവർ അലോട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. അതായത് എല്ലാ ഗവൺമെൻറ് കോളേജസിലും നമുക്ക് LBS വഴി മാത്രമാണ് അഡ്മിഷൻ എടുക്കുന്നത്. അവിടെ നമുക്ക് ഡൊണേഷൻ കൊടുത്തോ അല്ലാതൊന്നും കയറാനായിട്ട് സാധിക്കില്ല. ഇനി നമ്മൾ പ്രൈവറ്റ് കോളേജസിൻ്റെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പ്രൈവറ്റ് കോളേജസിലും എത്ര ഇൻഡെക്സ് മാർക്ക് വരെ ഉള്ളവർക്കാണ് എടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു
കോളേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു പ്രൈവറ്റ് കോളേജ് നോക്കുമ്പോഴും അവിടെ ഞാനിപ്പോൾ CC കോളേജ് ഓഫ് നേഴ്സിംഗ് ആണ് എടുത്തിരിക്കുന്നത്, കോട്ടയം. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് അവരെടുത്തിരിക്കുന്നത് 292 ഇൻഡെക്സ് മാർക്കുള്ളൊരു കുട്ടീനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ അവർ സീറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ കുട്ടിയുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറയുന്നത് 4230 ആണ്, അതായത് 4237 ആ ഒരു കുട്ടിയുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറയുന്നത്. പിന്നെ ആ കുട്ടി പേ ചെയ്തിരിക്കുന്നത് 1000 റുപ്പീസാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ അവർ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കോളേജിൽ മൊത്തം അവരെടുത്തിരിക്കുന്നത് 20 പേരെ മാത്രമാണ്. ബാക്കി സ്റ്റുഡൻസിനെ അവർ ചിലപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റ് വഴിയായിരിക്കും അലോട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടെ മൊത്തം 20 പേരെ ഇവർ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഇവിടെ വരുന്നത് 234.16 അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഈ ഒരു കോളേജിൽ 234.16 ഇൻഡെക്സ് മാർക്ക് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ റാങ്ക് എന്ന് പറയുന്നത് 39,765 അപ്പോൾ നിങ്ങൾ ആ ഒരു ഇതെല്ലാം നോക്കുക. അതായത് നിങ്ങൾക്കിപ്പോൾ എത്ര തന്നെ മാർക്ക് കുറവാണെങ്കിലും നിങ്ങളുടെ കാറ്റഗറി ഒക്കെ അനുസരിച്ചാണ് നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഇവിടെ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ST കാറ്റഗറിയിലുള്ളൊരു കുട്ടിക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് ലാസ്റ്റ് ഇവിടെ നോക്കുമ്പോൾ. അപ്പോൾ അതിന് മുന്നേ നോക്കുമ്പോൾ ലാറ്റിൻ കാത്തലിക്സ് ആണെന്ന് തോന്നുന്നു. ആ ഒരു ലാറ്റിൻ കാത്തലിക്സിനാണ് 262.5 മാർക്കുള്ള ആ ഒരു കുട്ടിക്കാണ് പിന്നെ അവിടെ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് കൂടിയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ SC/ST കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ മുൻഗണന കൂടുതലാണ്. അപ്പോൾ അവർക്ക് എത്ര ഇൻഡെക്സ് സ്കോർ ഏകദേശം ഇപ്പോൾ തന്നെ നോക്കിയപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത്, അതായത് 234 വരെയുള്ള ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികളെ അവരെടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് അങ്ങനെ 2-3 പേരൊന്നും എടുക്കുന്നില്ല. ഒത്തിരിയും പേരിൽ 1-2 ആൾക്കാരെ മാത്രമേ അവർ അത്ര ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ ആൾക്കാരിൽ എടുക്കുന്നുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾ വേറെ ഒരു കോളേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇനി നമ്മൾ BSc നേഴ്സിങ്ങിന് തന്നെ വേറൊരു കോളേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മൊത്തം അവർ അലോട്ട് ചെയ്തിരിക്കുന്നത് 20 സ്റ്റുഡൻസിനെ തന്നെയാണ്. അവിടെ ലാസ്റ്റ് പോയിരിക്കുന്ന ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് 249. ഓക്കെ, അപ്പോൾ ആ ഒരു ഇപ്പം ഇവിടെ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് 290 മാർക്കുള്ള ഒരു കുട്ടിക്കാണ് ഇവിടെ ഫസ്റ്റ് സീറ്റ് കിട്ടിയിരിക്കുന്നത്. ആ ഒരു കുട്ടി പേ ചെയ്തിരിക്കുന്നത് 25,000 റുപ്പീസുമാണ്. അപ്പോൾ നിങ്ങൾ ഓരോ കോളേജ് ഇങ്ങനെ എടുത്ത് നോക്കുക. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഭയങ്കര കോമ്പറ്റീഷനാണ്. ആർക്ക് കിട്ടും LBS വഴിയൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. നമ്മളിനിയും വേറൊരു BSc MLT നോക്കുകയാണെന്നുണ്ടെങ്കിൽ, BSc MLT മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ്റെ കോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അമല കോളേജ് എടുക്കുമ്പോൾ അവിടെ ഫസ്റ്റ് 288.34 ആ ഒരു ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ് ഫസ്റ്റ് അവിടെ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അതും അവരുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറയുന്നത് 5870 അവരുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ BSc MLTക്കൊക്കെ ലാസ്റ്റ് ഇവിടെ പോയിരിക്കുന്നത്, ഇവിടെ മൊത്തം 15 പേരാണ് എടുത്തിരിക്കുന്നത്. ലാസ്റ്റ് ഇവിടെ 199.17 ഉള്ള കുട്ടിക്കാണ് ലാസ്റ്റ് ഇവിടെ നമുക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പോൾ നിങ്ങൾ BSc MLTക്കൊക്കെയാണ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നമ്മൾ മിക്ക കുട്ടികളും ഇപ്പോൾ BPT ഫിസിയോതെറാപ്പി കോഴ്സിന് പോകുന്നവരാണ്. അപ്പോൾ ഫിസിയോതെറാപ്പി കോഴ്സിൻ്റെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ ഒരു കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഏത് കോളേജിലെ കാര്യമാണ് അറിയേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുകയും അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ തന്നെ റിപ്ലൈ തരുന്നതോ ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും കൂടി യൂസ്ഫുൾ ആകട്ടെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു കോളേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് BPTയുടെ കോഴ്സിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. കോട്ടയത്തെ
ഒരു കോളേജിലാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പം ഫസ്റ്റ് കുട്ടിക്ക് 297.5 മാർക്കുള്ള. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫിസിയോതെറാപ്പി കോഴ്സ് തന്നെയാണ് എന്ന് തോന്നുന്നു ഈ കുട്ടി നോക്കിയത്. അപ്പോൾ 297.5 മാർക്കുള്ളൊരു കുട്ടിക്കാണ് അതായത് 4ാമത്തെ അലോട്ട്മെൻറ്റിലാണ് ഈ കുട്ടിക്ക് അഡ്മിഷൻ അവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ 1930 അപ്പോൾ നിങ്ങൾ ഇതെല്ലാം നോക്കുക. നിങ്ങളുടെ കമ്മ്യൂണിറ്റി അനുസരിച്ചൊക്കെ തന്നെയാണ് ഈ നമുക്ക് സീറ്റ് അലോട്ട് ചെയ്യുന്നുണ്ടാവുക. ഇൻഡെക്സ് മാർക്കും നോക്കും. അതേപോലെ തന്നെ ഫുൾ മാർക്കുള്ളവർക്ക് എന്തായാലും ഗവൺമെൻറ്റിൽ കിട്ടുമെന്ന് ഉറപ്പാണ്. അതിന് ഒരു ഒത്തുതീർപ്പില്ല. ഇപ്പം നമ്മൾ ആദ്യം തന്നെ BSc നഴ്സിങ്ങിന് നോക്കിയപ്പം ആലപ്പുഴ മെഡിക്കൽ കോളേജ് നോക്കിയപ്പോൾ തന്നെ കാണാനായിട്ട് സാധിച്ചത് അവിടെ കുറേ കുട്ടികൾക്കും ഫുൾ മാർക്കുള്ള കുട്ടികൾക്കാണ് അവിടെ അവരാദ്യം തന്നെ അലോട്ട്മെൻറ്റ് അതായത് സീറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഫുൾ മാർക്കുള്ളവർക്ക് 1-2 മാർക്ക് കുറഞ്ഞവർക്കും ഒക്കെ തന്നെ ഗവൺമെൻറ്റിൽ തന്നെ ലഭിക്കും. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ കാറ്റഗറി വൈസ് അനുസരിച്ചായിരിക്കും പിന്നെ നമുക്ക് ഏത് കോളേജിലാണ് ലഭിക്കുന്നതെന്നൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോളേജിൽ ഈ BPT കോഴ്സിന് മൊത്തം 25 പേരാണ് എടുത്തിരിക്കുന്നത്. ലാസ്റ്റ് SC കാറ്റഗറിയിലുള്ളൊരു കുട്ടീനെയാണ് എടുത്തിരിക്കുന്നത്. ആ കുട്ടിക്ക് ഇൻഡെക്സ് സ്കോർ വന്നിരിക്കുന്നത് 234.17 അപ്പം റാങ്ക് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും 39,469 ആ കുട്ടിയുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് റാങ്ക് കുറേ താന്നു പോയി അങ്ങനെയൊന്നും വിചാരിച്ച് നിങ്ങൾ ഇരിക്കേണ്ട. നിങ്ങൾക്ക് ചിലപ്പോൾ ഉറപ്പായിട്ടും തന്നെ ഒരു കോളേജിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഞാനിപ്പോൾ ഇവിടെ BSc നഴ്സിങ്ങും BPTയും BSc MLT ഒക്കെ തന്നെയാണ് നോക്കിയത്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഇനി നമ്മൾ BOTനെ പറ്റിയിട്ട് അതായത് ബാച്ചുലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി കോഴ്സ് ഏതൊക്കെ ബാച്ചുലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി എന്ന് പറയുന്നത് ആകെ ഇവിടെ നമുക്ക് LBS പ്രൊവൈഡ് ചെയ്യുന്ന കോളേജ് എന്ന് പറയുന്ന ആകെ 4 കോളേജസേ ഉള്ളൂ. അത് നമ്മളിപ്പോൾ ഈ ഒരു ഫസ്റ്റ് കോളേജ് ആണെന്നുണ്ടെങ്കിൽ തന്നെയും അവിടെ നമുക്ക് അതായത് ഇൻഡെക്സ് മാർക്ക് ഫുൾ മാർക്കുള്ളൊരു കുട്ടിക്കാണ്, അതായത് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 620 ആ കുട്ടിക്ക് വന്നിരിക്കുന്നത്. ഇൻഡെക്സ് മാർക്ക് ഫുൾ മാർക്കുള്ള കുട്ടിക്ക് അതായത് 4th അലോട്ട്മെൻറ്റിലാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു BOT കോഴ്സിന് ഈ ഒരു കോളേജിൽ ആകെ 10 പേരെ അവർ അലോട്ട് ചെയ്തിട്ടുള്ളൂ. അതിൽ ലാസ്റ്റ് SC കാറ്റഗറിയിലുള്ളൊരു കുട്ടിക്കാണ് കിട്ടിയിരിക്കുന്നത്. ലാസ്റ്റ് പോയിരിക്കുന്ന ഇൻഡെക്സ് മാർക്ക് 250.83 ആണ്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം നോക്കുക. ഇതനുസരിച്ച് ഞാൻ പിന്നെയും പറയുന്നു, അതായത് കാറ്റഗറി അനുസരിച്ചും ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കിയ ഓരോ കോളേജൊക്കെ നോക്കുമ്പോഴും SC കാറ്റഗറിയാണ് ലാസ്റ്റ് അവർ അലോട്ട് ചെയ്തിരിക്കുന്നത്. SC കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു സ്റ്റുഡൻസിനായിരിക്കും അവർ ലാസ്റ്റ് എന്ത് ചെയ്തിരിക്കുന്നത് സീറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്നും നിങ്ങളുടെ മാർക്ക് ഏതാണെന്നൊക്കെ കമൻറ്റ് സെക്ഷനിൽ ഇടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഏത് കോഴ്സിനെ പറ്റിയിട്ടാണ് അറിയേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടാനായിട്ട് മടിക്കണ്ട. അപ്പോൾ ഇപ്പോൾ ഇനിയും BASLP കോഴ്സിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് BASLP കോഴ്സ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കോളേജ് എടുക്കുമ്പോൾ ആ ഒരു കോളേജിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന കുട്ടിയുടെ ഇൻഡെക്സ് സ്കോർ എന്ന് പറയുന്നത് 296 അപ്പോൾ ആ കുട്ടിയുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറയുന്നത് 2377 അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ എടുത്ത് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സിനെ പറ്റിയിട്ട് ഏത് കോളേജിലെ അതായത് നിങ്ങൾക്കിപ്പോൾ ഏത് കോളേജിനെ പറ്റിയിട്ടാണ് അറിയേണ്ടത്, അതായത് ഇപ്പോൾ നമ്മൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് നോക്കി, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ആ കോളേജിലെ ഏത് കോഴ്സിനെ പറ്റിയിട്ടാണ് അറിയേണ്ടതെന്നും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇനി നിങ്ങൾക്ക് ഏതൊക്കെ കോളേജ്, അതായത് നിങ്ങളിപ്പോൾ ഏതൊക്കെ കോളേജിലെ കാര്യങ്ങളാണ് ഏതൊക്കെ കോഴ്സിൻ്റെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഞാൻ വീഡിയോ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബൈ.